ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കേരളത്തിലെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് മഞ്ചേശ്വരം. എന്നാൽ നിലവിലെ സാഹചര്യം വെച്ച് മഞ്ചേശ്വരത്ത് ബി ജെ പി ജയിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 2016 ഏറ്റവും നേരിയ ഭൂരിപക്ഷത്തിന് കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് മഞ്ചേശ്വരം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടത്. അന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കെ സുരേന്ദ്രൻ അന്ന് അബ്ദുൽ റസാഖിനോട്, മുസ്ലിം ലീഗിൻ്റെ അബ്ദുൽ റസാഖിനോട് തോറ്റത് വെറും 89 വോട്ടുകൾക്കാണ്. 1991 ബി ജെ പിയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് കെ ജി മാരാർ മത്സരിച്ചപ്പോൾ പോലും വെറും കേവലം 1000 വോട്ടുകൾക്ക് താഴെയാണ് കെ ജി മാരാർ പരാജയപ്പെട്ടത്. അതിനുശേഷം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി അവിടെ ജയിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ട് മൂന്നാമത് നിൽക്കുന്ന പാർട്ടി രണ്ടാമത് നിൽക്കുന്ന മുസ്ലിം ലീഗാണ് അവിടെ രണ്ടാമത് നിൽക്കുന്നത്. ബി ജെ പിയുടെ ജയം തടയാൻ വേണ്ടി അവിടെ ക്രോസ് വോട്ട് നടക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അവിടെ നടന്നത്. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തേക്ക് മത്സരിക്കാനില്ല എന്ന് പറയുകയും ചെയ്തു. 2016 2021 മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഗ്രാഫ്, അത്രയും ഉയർന്നൊരു പൊളിറ്റിക്കൽ ഗ്രാഫ് കെ സുരേന്ദ്രന് ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതിലും സംശയമുണ്ട്. എന്ന് വെച്ച് ബി ജെ പിക്ക് സാധ്യതയില്ല എന്ന് പറയുന്നില്ല. മുസ്ലിം വോട്ടുകൾ മുസ്ലിം ലീഗിന് സമാഹരിക്കുന്നത് പോലെ, മുസ്ലിം വോട്ടുകൾ AKM അഷറഫിന് കിട്ടുന്നത് പോലെ LDFന് കിട്ടുന്ന ഹിന്ദു വോട്ടുകൾ വലിയ ബ്ലോക്കായി കെ സുരേന്ദ്രന് ലഭിച്ചാൽ മാത്രമാണ് കെ സുരേന്ദ്രന് സാധ്യതയുള്ളൂ.